OM തരുവണയുടെ തിരഞ്ഞെടുപ്പും ചേളാരി സമസ്തയും എന്ന സിറാജ് ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരം. മുസ്ലിം സമുദായത്തിന്റെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കാൻ മഹാന്മാരായ പൂർവ്വകാല നേതാക്കൾ രൂപം കൊടുത്ത മുസ്ലിം ലീഗിൽ വിഭാഗീയതകൾക്കതീതമായി എല്ലാ വിഭാഗം മുസ്ലിങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നും എല്ലാ വിഭാഗം ആളുകളും അർഹിക്കുന്ന പ്രാതിനിധ്യം മുസ്ലിം ലീഗ് നൽകി വരുന്നുണ്ടെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് MT അബ്ദുള്ള മുസ്ലിയാരും സെക്രട്ടറി കോട്ടുമല ബാബു മുസ്ലിയാരും പ്രസ്താവനയിൽ പറഞ്ഞു. ചേളാരി പത്രത്തിന്റെ മുഖപ്പേജിൽ കൊടുത്ത ഈ വാർത്ത തിരിച്ചും മറിച്ചും നോക്കി. ഇല്ല, തെറ്റിയിട്ടില്ല. ലീഗ് പ്രസിഡന്റിന്റേതോ ജനറൽ സെക്രട്ടറിയുടേതോ അല്ല പ്രസ്താവന, സാക്ഷാൽ ചേളാരി സമസ്തയുടേത് തന്നെ. ആ പത്രവും മറ്റു പത്രങ്ങളും അരിച്ചു പൊറുക്കി നോക്കി. തങ്ങളുടെ നയം വ്യക്തമാക്കാൻ ലീഗ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയതായി വാർത്തയില്ല. പാർട്ടി നയം വ്യക്തമാക്കാൻ പുതിയ വക്താക്കളെ നിയോഗിച്ചതായും കാണുന്നില്ല. ലീഗിന് വല്ലതും പറയാനുണ്ടെങ്കിൽ അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആണല്ലോ അത് പറയുക. ഇതിപ്പോൾ വക്കാലത്തും ഫീസുമില്ലാതെ രണ്ട് വക്കീലന്മാർ. അല്ല, സ്വന്തം സംഘടന ഒരു പ്രസ്താവന ഇറക്കാൻ പോലും വകയില്ലാതായോ? ചേളാരി സമസ്ത എന്തിനാണ് രണ്ട് സ്റ്റെപ്പിനുകളെ ഇറക്കിയതെന്നും മനസ്സിലാകുന്നില്ല. ഇത്ര മഹത്തായ പ്രസ്താവന ഇറക്കാൻ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആകാമായിരുന്നില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ജനറൽ സെക്രട്ടറിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട്. ഇയാൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി അല്ലെന്ന് കോടതി വിധിയുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേ താങ്ങിയാണ് ജനറൽ സെക്രട്ടറിയുടെ നിൽപ്പ്. ഇത്ര കടുപ്പപ്പെട്ട പ്രസ്താവന ഇറക്കാൻ സ്റ്റേ ബലം പോരാ. പ്രസിഡന്റ് ആണെങ്കിൽ താൻ പ്രസിഡന്റ് ആണെന്ന കഥ പോലും ഓർത്തിരിക്കാനിടയില്ല. പഴയ സതീർത്ഥ്യന് സുഖമില്ലെന്ന് കേട്ടപ്പോൾ ഒന്ന് കണ്ടുകളയാമെന്ന് കാന്തപുരം വിചാരിച്ചു. ലോകത്തോളം വളർന്ന പഴയ സഹപാഠിയെ കാണണമെന്ന് കോയക്കുട്ടി മുസ്ലിയാർക്കും പൂതിയുണ്ടായിരുന്നു. പഴയ കൂട്ടുകാർ കണ്ടു, ദുആ ചെയ്തു പിരിഞ്ഞു. ചേളാരിക്കാർ ആപത്ത് മണത്തു. വന്നു കോയക്കുട്ടി മുസ്ലിയാർക്ക് പ്രസിഡന്റ് പദവി. അടുത്ത പ്രസിഡന്റ് മോഹികൾ ഇപ്പോഴേ പനിച്ചു പുതച്ചു കിടപ്പ് തുടങ്ങിയത്രേ. അല്ലെങ്കിലും കുറച്ചായി കാന്തപുരം പേടിയെന്ന വിഭ്രമാവസ്ഥ ചേളാരി കമ്പനിയെ പിടികൂടിയിട്ടുണ്ട്. കാന്തപുരത്തിന്റെ നിഴൽ കണ്ടാൽ പനിക്കും. 2.5 കോടി വിലയിട്ട വരക്കൽ തറവാട് കാന്തപുരം വെറുതെ സൗഹൃദത്തിന് ആ തറവാട്ടിലൊന്ന് കയറി ഇറങ്ങിയപ്പോൾ 5.5 കോടിക്ക് നിന്ന നിൽപ്പിൽ കച്ചവടമാക്കി. പുകഞ്ഞത് 3 കോടി. ഈ ഇലക്ഷൻ കാലത്ത് അതിർത്തിക്കിപ്പുറം കടന്നു കയറി മറ്റൊരു സംഘടനയുടെ നയം പ്രസ്താവിക്കുന്ന ഭ്രമാവസ്ഥക്കും കാരണം ഇത് തന്നെയാകണം. സത്യത്തിൽ ചേളാരിക്കാർക്കെന്നല്ല, കാര്യങ്ങളുടെ കിടപ്പ് വശം നോക്കിയാൽ ആർക്കായാലും വട്ടായി പോകും. മുട്ടനാടിന് പിന്നാലെ ഇപ്പം വീഴും എന്ന് കരുതി ആശിച്ചു നടന്ന ഷോനന്റെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ 10-35 കൊല്ലമായില്ലേ ഒരാളിന്റെ പിന്നാലെ അലച്ചയെടുത്തു പായുന്നു. സ്വന്തമായി ഒരു സംഘടന ഉണ്ടായപ്പോൾ അതിന്റെ മുഖ്യ അജണ്ട തന്നെ കാന്തപുരം വിരോധമാക്കി. ഈ സംഘടന 1/4 നൂറ്റാണ്ടായി മടുപ്പും മുഷിപ്പുമില്ലാതെ കണക്കില്ലാത്തത്ര ദുരിതങ്ങൾ സഹിച്ച് പണം ചെലവിട്ട് കാന്തപുരത്തെ വീഴ്ത്താൻ നടക്കുകയാണ്. എന്നിട്ടെന്തായി? പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിക്കണം. ഇതാ തെരഞ്ഞെടുപ്പ് കാലത്തും നാട്ടുകാരെ നിങ്ങൾ കാണുന്നില്ലേ? പാർട്ടിയായ പാർട്ടികളൊക്കെ കാന്തപുരത്തിന് പിന്നാലെ, ചാനലായ ചാനലൊക്കെ കാന്തപുരത്തിനെ ചുറ്റിപ്പറ്റി. പത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നതും ഈയൊരാൾ. അതിശയം അതൊന്നുമല്ല, സ്വന്തം പത്രത്തിന്റെ തലക്കെട്ടുകളും പിടിച്ചെടുക്കുന്നത് കാന്തപുരം. വട്ടായിപ്പോയില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടൂ? ഓരോ തെരഞ്ഞെടുപ്പ് കാലവും ചേളാരി സമസ്തക്കാർക്ക് സങ്കടകാലമാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പാർട്ടികളും മുന്നണികളും നാനാവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. പരമാവധി വോട്ടും വിജയവുമാണ് ലക്ഷ്യം. കിട്ടാവുന്നത്ര കക്ഷികളെ കൂടെ നിർത്തും. സഖ്യത്തിനു വേണ്ടിയും സഹായത്തിനു വേണ്ടിയുമുള്ള പരക്കം പാച്ചിൽ രാഷ്ട്രീയ കളം വിട്ട് മത സാമുദായിക സംഘടനകളിലേക്ക് വരെ നീളും. നാലാൾ ബലമില്ലാത്ത ഈർക്കിൾ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണത്തിന്റെ മൂല്യമാണ്. എന്തു ചെയ്യാം? ഈ ഉത്സവക്കാലത്തും ഇമ്മണി വലിയ ഒരു സംഘടന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, ആരും തേടി വരാതെ, അരവരി ഉച്ചപത്ര വാർത്ത പോലുമാകാതെ തുരുമ്പായി ആക്രിക്കടയുടെ മൂലയിൽ കിടക്കുകയാണ്. ഈ സംഘടന ആ സംഘടനയുടെ നയം വ്യക്തമാക്കി പ്രസ്താവന ഇറക്കുക തലജലഭ്രമം തീർത്തും സ്വാഭാവികം. പെറ്റുകിടക്കുന്നോൾ നെയ്യുണ്ണുന്നത് കണ്ട് മച്ചി കലമുടച്ചിട്ടെന്ത് എന്നൊന്നും ചോദിക്കരുത്. ഇത് കൺട്രോൾ പോയ കേസാണ്. വെറുതെ ഒരു വിഭാഗത്തെ പഴി പറയുകയല്ല. ചേളാരി വാർത്ത തുടർന്ന് വായിച്ചു നോക്കുക. മുസ്ലിം രാഷ്ട്രീയ രംഗത്ത് ഓരോ സംഘടനയും തങ്ങളുടെ ആളുകളെ മാത്രം വിജയിപ്പിക്കുകയും പ്രതിയോഗികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന അപകടകരമായ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചാൽ കാന്തപുരം ഗ്രൂപ്പിന്റെ ഒരു അനുഭാവി പോലും വരുന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുകയില്ല. ഇതാണ് ചേളാരി പ്രസ്താവനയുടെ മർമ്മവും തലവാചകവും. ഈ വരികൾ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണേ. മുസ്ലിം രാഷ്ട്രീയ രംഗത്ത് ലീഗും നാഷണൽ ലീഗും LDF-ഉം ജമാഅത്തെ ഇസ്ലാമിയുമാണിപ്പോൾ സജീവമായുള്ളത്. ഈ പാർട്ടികൾ സ്വന്തക്കാരെ മാത്രം ജയിപ്പിക്കാനും പ്രതിയോഗികളെ പരാജയപ്പെടുത്താനും ശ്രമിച്ചാൽ സുന്നി അനുഭാവികൾ ആരും തെരഞ്ഞെടുക്കപ്പെടില്ലത്രേ. 1/2 മിനിറ്റിന്റെ കുറവുള്ള പോലെ തോന്നില്ലേ? മുസ്ലിം പാർട്ടികൾ പരസ്പരം സഹകരിച്ച് അന്യോന്യം വോട്ട് ചെയ്ത് എല്ലാവരെയും വിജയിപ്പിക്കണമെന്നാണോ പ്രസ്താവനക്കാരൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കേരളത്തിൽ ഒരിടത്തും ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ലാത്ത സുന്നി വിഭാഗം എങ്ങനെയാണ് തോൽക്കുക? ആകെ കൺഫ്യൂഷൻ. ആരും ഒന്നും വിചാരിക്കരുത്, പ്രസ്താവന ഇറക്കി പഠിക്കുന്നതാണ്. നുണ പറയാനേ വാതുറക്കൂ എന്നൊരു വിഭാഗം ശടിച്ചാൽ അതിന് ചികിത്സയില്ല. നുണയിൽ പടുത്ത പ്രസ്ഥാനമാണത്. കള്ളം പറയുന്നത് മതപരമായി പാപമാണ്.
ഒരു ജനതയെ നന്മയിലേക്ക് നയിക്കേണ്ട പണ്ഡിതന്മാര് പറഞ്ഞാൽ അത് മഹാപാപമാകും. ചേളാരി സമസ്ത നേതാക്കൾ പറയുന്നത് വ്യാജമാണ്. ലീഗിനെ തോൽപ്പിക്കണമെന്നോ ചേളാരിക്കാരെ സഹായിക്കുന്ന ലീഗുകാരെ തോൽപ്പിക്കണമെന്നോ കാന്തപുരം പറഞ്ഞിട്ടില്ല. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ അവമതിച്ചുവെന്നും തെറ്റായ പ്രസ്താവനയാണ്. 3 പ്രമുഖ ചാനലുകളിൽ അരമണിക്കൂർ വീതമാണ് കാന്തപുരത്തിന്റെ അഭിമുഖങ്ങൾ വന്നിട്ടുള്ളത്. അതിപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ്, ആർക്കും പരിശോധിക്കാം. ലീഗിനും ഇങ്ങനെ ഒരു പരാതിയില്ല. അടുപ്പത്ത് വെച്ചതല്ല, ഇടയടുപ്പിൽ വെച്ചതാണ് തിളക്കുന്നത്. ലീഗിന്റെ സേവ പിടിക്കാനാണ് ഈ പ്രസ്താവനയെങ്കിൽ അതിന് വേറെ വഴി നോക്കണം. നുണ പ്രചരിപ്പിക്കരുത്. സമസ്തയെയും അതിന്റെ നേതാക്കളെയും സ്ഥാപനങ്ങളെയും തകർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നവരെയും അത്തരക്കാരെ സഹായിക്കുന്നവരെയും തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് കാന്തപുരം പറഞ്ഞത്. ചേളാരി സമസ്തക്കാരെയാണ് കാന്തപുരം ഉദ്ദേശിച്ചത്. ലീഗിനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി പിന്നാമ്പുറത്തുകൂടെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ചേളാരി സമസ്തയുടേത്. ഇങ്ങനെ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം പറഞ്ഞത് സമസ്തയുടെ എക്കാലത്തെയും കൂടി പ്രഖ്യാപിത നയമാണ്. ചേളാരിക്കാർക്ക് കൂടി ബാധകമാകുന്ന അവിഭക്ത സമസ്തയുടെ ഏകകണ്ഠ തീരുമാനം. സമസ്തയും കീഴ്ഘടകങ്ങളും രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ലെന്നും സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനെയും എതിർത്ത് തോൽപ്പിക്കുമെന്നും തീരുമാനിച്ചത് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും EK അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്തയാണ്. 1979 കൈക്കൊണ്ട ഈ തീരുമാനം ഈ 2 നേതാക്കളും മരണം വരെ തിരുത്തിയിട്ടില്ല. ഇവരുടെ പേരിൽ സ്വന്തമായി സമസ്തയുണ്ടാക്കിയ ചേളാരിക്കാരും തിരുത്തിയതായി കണ്ടിട്ടില്ല. ഫലത്തിൽ സമസ്ത എന്ന പേരിൽ നിലനിൽക്കുന്നവർക്കെല്ലാം ഈ തീരുമാനം ഇപ്പോഴും ബാധകമാണ്. സമസ്തയുടെ ഈ പാരമ്പര്യ നിലപാടാണ് കാന്തപുരം പറഞ്ഞത്. ഒരു കോടതി സ്റ്റേ നീക്കിക്കിട്ടാൻ വേണ്ടി മിനിറ്റ്സ് തിരുത്തുകയും വ്യാജരേഖ ചമയ്ക്കുകയും ചെയ്തപ്പോൾ അപ്പാടെ തിരുത്തിയിട്ടില്ലെങ്കിൽ മിനിറ്റ്സ് ഒന്ന് മറിച്ചു നോക്കണം. കള്ളക്കേസുകൾ ജയിപ്പിച്ചെടുക്കാൻ എല്ലാ അടിയാധാരങ്ങളും തിരുത്തിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ കഴിയാത്ത ചിലത് ചരിത്രമായി ഇപ്പോഴും ബാക്കിയുണ്ട്. അതിലൊന്നാണ് അവിഭക്ത സമസ്ത നടത്തിയ 60ാം വാർഷിക സമ്മേളന സുവനീർ. കണ്ണിയത്ത് ഉസ്താദിന്റെയും ഷംസുലുലമയുടെയും സാക്ഷാൽ കോട്ടുമല ഉസ്താദിന്റെയും ഇപ്പോഴത്തെ ബാപ്പ മുസ്ലിയാരല്ല കയ്യപ്പോടെ പ്രസിദ്ധീകരിച്ച സുവനീറിന്റെ 65ാം പേജിൽ സമസ്തയുടെ നിലപാട് കാണാം. ഈ നിലപാട് അന്ന് തന്നെ പ്രസ്താവനയായി പത്രങ്ങൾക്ക് നൽകിയതാണ്. ചരിത്രവും പാരമ്പര്യവും മറന്നുപോയ ചേളാരി നേതാക്കൾക്ക് വേണ്ടിയല്ല, കഥയറിയാതെ അവരുടെ പിന്നിൽ നിൽക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി അന്നത്തെ നേതാക്കൾ മാതൃഭൂമി പത്രത്തിന് നൽകിയ പ്രസ്താവന താഴെ ചേർക്കാം. സ്റ്റാഫ് ലേഖകൻ, കോഴിക്കോട്, ഡിസംബർ 28. സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയാണ് സമസ്ത മുഷാവറയുടെ തീരുമാനമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാരും ജോയിന്റ് സെക്രട്ടറി KV മുഹമ്മദ് മുസ്ലിയാരും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും തിങ്കളാഴ്ച വ്യക്തമാക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും രാഷ്ട്രീയപരമായി സംഘടിക്കേണ്ടതില്ലെന്നും സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരെയും എതിർത്ത് പരാജയപ്പെടുത്താൻ യുക്തമായ നടപടികൾ അതാത് സന്ദർഭങ്ങളിൽ സ്വീകരിക്കണമെന്നുമാണ് മുഷാവറ ഏകകണ്ഠമായെടുത്ത തീരുമാനം. ഈ വാർത്ത വന്നത് സിറാജിലല്ല, മാതൃഭൂമിയിലാണ്. സമസ്തയുടെ രാഷ്ട്രീയ തീരുമാനം വെറും കടലാസ് സൃഷ്ടിയായിരുന്നില്ല. അത് നടപ്പാക്കാനുള്ള ഉറച്ച കാൽവെപ്പുകളും അന്ന് നടത്തുകയുണ്ടായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളിൽ നിന്ന് സുന്നികളെ മാത്രമേ മത്സരിപ്പിക്കാവൂ എന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ നേരിൽ കാണാൻ 1979 ഒക്ടോബറിൽ ഒരു ദൌത്യ സംഘത്തെ നിയോഗിച്ചതായും സമസ്തയുടെ രേഖകളിൽ കാണാം. പിൽക്കാലത്ത് ചേളാരി സമസ്തയുടെ നേതാവായി നടന്ന കൊയ്യോട് മൊയ്തീൻകുട്ടി മുസ്ലിയാരായിരുന്നു ദൌത്യ സംഘത്തെ നയിച്ചത്. ഇനിയും സംശയിക്കുന്നവരുണ്ടോ? അവർക്ക് സമസ്തയുടെ നയം ഷംസുലുലമയുടെ ശബ്ദത്തിൽ കേൾക്കാൻ ഇപ്പോഴും സൗകര്യമുണ്ട്. 1979 പുളിക്കൽ വെച്ച് നടന്ന സുന്നി മഹാസമ്മേളനത്തിൽ ഷംസുലുലമ നടത്തിയ പ്രഖ്യാപനമാണ് തൊട്ടുടനെ സമസ്തയുടെ രാഷ്ട്രീയ നയമായി പുറത്തുവന്നത്. ഷംസുലുലമയുടെ പുളിക്കൽ പ്രസംഗം ഒരു സിംഹഗർജനം തന്നെയായിരുന്നു. വഹാബികൾക്കെതിരെ ഒരു ഹിന്ദു മത്സരിച്ചാൽ ഹിന്ദുവിനെ ജയിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ദീനില്ലാത്ത എന്ത് മുസ്ലിം ലീഗാണോ എന്നാക്രോശിച്ചു. രാഷ്ട്രീയക്കാരെ പാഠം പഠിപ്പിക്കുമെന്ന് താക്കീത് ചെയ്തു. 10,000ങ്ങളുടെ ആർത്തലച്ച തക്വീറുകൾക്കിടയിൽ പ്രഖ്യാപനങ്ങൾ മുങ്ങിപ്പോയി. ചരിത്ര പ്രസിദ്ധമായ ആ പ്രസംഗത്തിന്റെ ഓഡിയോ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ്. ഷംസുലുലമയുടെ പേരിൽ രാഷ്ട്രീയക്കാർക്കും ബിദ്അത്തുകാർക്കും ഓശാന പാടുന്നവർ ഒന്ന് കേട്ടു നോക്കണം. സമസ്തയുടെയും ഷംസുലുലമയുടെയും ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സുന്നി വിരുദ്ധരെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം പറയുന്നത്. സമസ്തയുടെ നയത്തിൽ നിന്ന് ഷംസുലുലമക്ക് ഇടർച്ചയുണ്ടായിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല എന്നതാണ് കാന്തപുരത്തിന്റെ മഹത്വം. നോളജ് സിറ്റി ഉൾപ്പെടെയുള്ള സുന്നി പദ്ധതികൾക്കും സ്ഥാപനങ്ങൾക്കും നേതാക്കൾക്കുമെതിരെ കേസുകളും അക്രമവും കൊലവിളിയും നടത്തുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ബിദ്അത്തിനെതിരെ പോരാടാൻ വേണ്ടിയാണ് പൂർവ്വസൂരികൾ സമസ്ത രൂപവൽക്കരിച്ചത്. അതേ ബിദ്അത്തുകാരുമായി ചങ്ങാത്തം കൂടി നടക്കുന്നത് ആരാണെന്നും എല്ലാവർക്കും അറിയാം. ചേളാരി നേതാക്കൾക്കിപ്പോൾ ലീഗിന്റെ പൂർവ്വകാല നേതാക്കളെ കുറിച്ചാണ് ആശങ്ക, സമസ്തയുടെ പൂർവ്വകാല സൂരികളെ കുറിച്ചല്ല. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ മുഴുവൻ മഹാന്മാരുടെയും കുരുത്തക്കേടാണിത്. കാലം എല്ലാ വ്യാജന്മാരെയും തൂത്തെറിയുക തന്നെ ചെയ്യും.